വയറിന്റെ സൈഡിൽ ഉണ്ടാവുന്ന സൈഡ് ഫാറ്റ് നമ്മൾ ലവ് ഹാൻഡിൽസ് എന്നൊക്കെ പറയുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് പവർഫുൾ ആയിട്ടുള്ള യോഗാസനങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മള് സൈഡ് ഫാറ്റ്, അതായത് ലവ് ഹാൻഡിൽസ് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് യോഗാസനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അർദ്ധകടി ചക്രാസനവും ത്രികോണാസനവുമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ ഈ യോഗ ചെയ്യണം എന്നുള്ളത് പഠിക്കാം. ആർക്കൊക്കെ ചെയ്യാം, ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മാത്രം മതി. അത്രയും ഈസി ആയിട്ടുള്ള രണ്ട് യോഗയാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അർദ്ധകടി ചക്രാസനത്തിനെ കുറിച്ച് സംസാരിക്കാം. അർദ്ധകടി ചക്രാസനം എന്ന് പറയുമ്പോൾ അതിന്റെ പേര് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അർദ്ധം എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്, കടി എന്ന് പറയുന്ന വേസ്റ്റ് ആണ്, ചക്രം എന്ന് പറയുമ്പോൾ ഒരു വീൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വീൽ ഷേപ്പിലേക്ക് പോവുക, വളയുക എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിലേക്ക് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് അർദ്ധകടി ചക്രാസനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ നമ്മുടെ വേസ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒരു ഇൻട്രോ പറഞ്ഞുതരാം. നമ്മൾ ഈ വേസ്റ്റ് മസിൽസ് ടോൺ ചെയ്യാനും ഒബ്ലിക് മസിൽസും സൈഡ് ഫാറ്റ് ബേൺ ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു അർദ്ധകടി ചക്രാസന ഫോക്കസ് ആവുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഈ സൈഡ് മസിൽസ് സ്ട്രെച്ച് ആവുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മുട്ട് മടക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ കൈ നമ്മുടെ ചെവിനോട് അടുത്തിട്ട് തന്നെ വേണം വെക്കാനായിട്ട്, ഒത്തിരി ദൂരെ വെക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാം, ചെയ്തുകൂടാന്നുള്ളതാണ്. ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് താല്പര്യം ഉണ്ട്, നിങ്ങളുടെ ഹിപ്പ് അല്ലെങ്കിൽ വേസ്റ്റ് റീജിയൻ ഒക്കെ ടോൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യോഗാസനം, അല്ലെങ്കിൽ നിങ്ങളുടെ കോർ സ്ട്രെങ്ത് മെച്ചപ്പെടുത്താനും പോസ്ചർ മെച്ചപ്പെടുത്താനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഒരു വർക്കൗട്ടിന്റെ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ചെയ്തുകൂടാത്തവര്, റീസെന്റ് ആയിട്ട് സർജറി കഴിഞ്ഞവര്, ഹെർണിയന്റെ ബുദ്ധിമുട്ടുള്ളവര്, സ്ലിപ്പ് ഡിസ്ക് ഒക്കെ ഉള്ളവര്, അതുപോലെ മറ്റെന്തെങ്കിലും ലോ ബാക്ക് ഏക്ക്, നടുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് എത്ര വട്ടം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കൊരു 5 to 10 റൗണ്ട്സ് വരെ ചെയ്യാം. അത് ഓരോ റൗണ്ടും നമ്മൾ ഒരു 10 to 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ ആ ഒരു മെയിൻ പോസ്ചറിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ പോസ്ചർ ഹോൾഡ് ചെയ്യണം. അതിന് നമുക്ക് കോർ സ്ട്രെങ്ത് ഒക്കെ ആവശ്യമാണ്. അത് നമ്മൾ പതിയെ ഇതുവരെ യോഗ ചെയ്യാത്തവരാണെങ്കിൽ പതിയെ കോർ സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അതൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോയിൽ പറയാം. പിന്നെ രണ്ടാമത്തെ യോഗ പോസ്റ്റർ ആണ് ത്രികോണാസനം. ത്രികോണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് പോവും. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് മസിൽസ്, ഒബ്ലിക് മസിൽസിലൊക്കെ സ്ട്രെച്ചിങ് വരുത്തുന്നതും ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ ഡൈജഷൻ ഉപകാരപ്പെടുന്ന ഒരു യോഗ പോസ്റ്റർ കൂടിയാണ് ഈ ഒരു ത്രികോണാസനം. അതും ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം, മുട്ടുമടങ്ങാൻ പാടില്ല. പിന്നെ കാല് സൈഡിലേക്ക് തിരിക്കണം, 90 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു യോഗയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെന്റ് ആയിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ളവര്, ഹെർണിയയുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളവര്, അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക്, ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവര് തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളവര് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും എൻ്റെ അടുത്ത് കമന്റ്സിലൊക്കെ ചിലർ പറയാറുണ്ട് ഇതുപോലെ യോഗയും വർക്കൗട്ട് ഒന്നും ചെയ്തിട്ട് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഡയറ്റ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് യോഗ പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് യോഗാസനങ്ങളാണ്. ആദ്യത്തേത് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന അർദ്ധകടി ചക്രാസനമാണ്. ഇത് ബിഗിനേഴ്സിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യോഗ പോസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ സർവാംഗ പുഷ്ടിയാസനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബെല്ലി ഫാറ്റും സൈഡ് ഫാറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന. അത്ര പോലും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ പോസ്റ്ററാണ് അർദ്ധകടി ചക്രാസനം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൈ പൊക്കുന്ന സമയത്ത് നമ്മൾ ഉയർത്തുന്ന കൈ നമ്മുടെ ചെവിനോട് അടുത്ത് നിൽക്കണം. ഒത്തിരി ദൂരെ, ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും കീപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ മാക്സിമം നമ്മുടെ ചെവിന്റെ ആ ഒരു ക്ലോസ് ആയിട്ട് വേണം നമ്മൾ കൈ വെച്ചിട്ട് താഴേക്ക് പോകാൻ എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബ്രീത്തിങ്, നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യുക, എന്നിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ എക്സേൽ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യോഗ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്ഥിതിയിലാണ് നിൽക്കുക. അതിനുശേഷം നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ കാല് കുറച്ചൊന്ന് ഷോൾഡർ വിഡ്ത്തിലേക്ക് വെക്കും.
എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഏത് സൈഡിലേക്കാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കൈ വേണം നമ്മൾ ഉയർത്താനായിട്ട്. അപ്പം ഞാൻ ആദ്യം പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൈയിന്റെ ചെവിനോട് ക്ലോസ് ആയിട്ടാണ് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഹേൽ ചെയ്യണം, എന്നിട്ട് താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ എക്സീൽ ചെയ്യേണ്ടത്. അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്നത് നമ്മൾ താഴേക്ക് പോകുമ്പോഴാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ താഴേക്ക് കുനിയുമ്പം എൻ്റെ താഴെയുള്ള കൈ എൻ്റെ തുടയിലൂടെ സ്ലൈഡ് ആവുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ മറ്റേ കൈ കാലിലൂടെ താഴേക്ക് സ്ലൈഡ് ചെയ്യിക്കണം നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ പോസ്റ്റർ ഹോൾഡ് ചെയ്യണം. ഒരു 10 സെക്കൻഡ് ആദ്യം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റേ സൈഡിലേക്കും പോവാണ്. ഇപ്പൊ നമ്മൾ 1 റൗണ്ട് അർദ്ധ കടി ചക്രാസന കംപ്ലീറ്റ് ചെയ്തു. ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും. അപ്പൊ ഇനി ഇവിടെ ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെയൊക്കെ നമ്മൾ ബിഗിനേഴ്സിന് ഹോൾഡ് ചെയ്യാം. പിന്നെ നമുക്കത് കൂട്ടി കൊണ്ടുവരാം. നമുക്ക് അറിയാൻ പറ്റും ശരിക്കും നമ്മുടെ സൈഡ് മസിൽസ് സ്ട്രെച്ച് ആവുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. നമുക്ക് എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇതൊരു 2 to 3 സെറ്റ്സ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നതാണ് ത്രികോണാസനം. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു യോഗ പോസ്റ്റർ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമ്മൾ ഷോൾഡർ വിഡ്ത്തിലല്ല കാല് വെക്കുന്നത്. ഒരു 3 to 3.5 ഫീറ്റ് കാല് നമുക്ക് വിഡ്ത്തിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് കാലിന്റെ ഇടയിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ 2 കൈയും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. എന്നിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് തിരിയും. ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡിലേക്കാണ് തിരിയുന്നതെങ്കിൽ എൻ്റെ റൈറ്റ് ഫുട്ട് ഞാൻ ചെറുതായിട്ട് 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എൻ്റെ റൈറ്റ് ഫുട്ട് ഞാൻ 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. പിന്നെ ഇടത്തെ കാല് നിങ്ങൾക്ക് ഒരു 15 ഡിഗ്രി വേണമെങ്കിൽ ഇങ്ങനെ ചെരിക്കാവുന്നതുമാണ്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുട്ട് മടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്ന കൈയിലേക്ക് വേണം പോകാനായിട്ട്. ഈ ഒരു പോസ്റ്റർ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഒരു 10 സെക്കൻഡൊക്കെ തുടക്കക്കാർക്ക് ഹോൾഡ് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ എൻ്റെ ഒരു സൈഡിലത് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നെക്സ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എൻ്റെ റൈറ്റ് കാല് എനിക്കൊരു 15 ഡിഗ്രി വരെ ചരിക്കാവുന്നതാണ്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യും, താഴേക്ക് പോകുമ്പോൾ നമ്മൾ എക്സ്ഹേൽ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിടും താഴേക്ക് പോകുമ്പോൾ. പിന്നെ ഇവിടെ നമ്മൾ 2 കൈയും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ താഴെ എത്തിയിട്ട് കൈ നിവർത്തുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ താഴേക്ക് പോകുമ്പോൾ മുട്ട് മടക്കണ്ട എന്നുള്ളതും താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കണം എന്നുള്ളതുമാണ്. ഈ ഒരു ത്രികോണാസനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ അർദ്ധകടി ചക്രാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അർദ്ധകടി ചക്രാസനത്തിൽ കൈ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും ചെവിനോട് ക്ലോസ് ആയിരിക്കണം. ഇത്രയും ദൂരമൊന്നും വെച്ച് ചെയ്യരുത്.
ചെവിയോട് ക്ലോസ് ആയിട്ട് ഇരിക്കണം എന്നാണ്. ഇനി ആദ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ വെക്കുക, പക്ഷെ നമ്മൾ ചെവിയോട് അടുപ്പിച്ച് വെക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതും, മുട്ട് ഒരിക്കലും വളയ്ക്ക് അല്ലെങ്കിൽ മടക്കുക ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഞാൻ താഴുന്ന അത്രയും പറ്റുന്നില്ല, ഇത്ര വരെ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, നിങ്ങൾക്ക് പതുക്കെ പതുക്കെ താഴേക്ക് പോകാൻ പറ്റും. ഒരിക്കലും മുട്ട് വളയ്ക്കരുത്, അപ്പൊ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പൊ ഈ രണ്ട് യോഗാസനങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും സൈഡ് മസിൽസിന് നല്ല സ്ട്രെച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് യോഗ പോസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഹോൾഡിംഗ് ടൈം ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് യോഗ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് യോഗാസനങ്ങളും വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ സർവാംഗ പുഷ്ടിയാസനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ ടഫാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക്. അങ്ങനെ കുനിഞ്ഞ് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് വളരെ ഈസിയാണ്, കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രണ്ട് സിമ്പിൾ ആയിട്ടുള്ള യോഗാസനങ്ങളാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരെ പോയി ചാടി ചെയ്യരുത്. ഇത് ലൂസനിങ് എക്സസൈസുകൾ ചെയ്യണം, അതുപോലെ എന്തെങ്കിലും ഒരു വാമപ്പും കൂടി വേണം. അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്യാവൂ. നേരെ പോയി ചെയ്യുമ്പോൾ മസിലൊക്കെ കയറും, അതുകൊണ്ടാണ്. അതുകൂടി ശ്രദ്ധിക്കണം എല്ലാവരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ എൻ്റെ വീഡിയോസിൽ അതോടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.